പെട്ടെന്നാണ് ആ നായ ആകാശത്ത് കറുത്ത മേഘങ്ങളും ശക്തമായ മിന്നലും കനത്ത മഴയും പെയ്യുന്നത് ശ്രദ്ധിച്ചത്. ഒരു നിമിഷം പോലും കളയാതെ അവൻ ഒരു കുട വായിൽ കടിച്ചെടുത്ത് വയലിലേക്ക് ഓടാൻ തുടങ്ങി. തന്റെ യജമാനൻ രാവിലെ മുതൽ അവിടെ വിളവെടുപ്പ് ജോലികളിലാണെന്ന് അവൻ അറിയാമായിരുന്നു. അപ്പോഴാണ് യജമാനന്റെ ഭാര്യ അവനെ തടഞ്ഞു നിർത്തി ഇങ്ങനെ പറഞ്ഞത്: ടോമി, ആദ്യം ഈ റെയിൻകോട്ട് ധരിക്കൂ, ഇല്ലെങ്കിൽ നീ നനഞ്ഞു കുതിർന്ന് നിനക്ക് പനി പിടിക്കും. അവർ അത് അണിയിച്ച ഉടൻ തന്നെ ടോമി തന്റെ പരമാവധി വേഗതയിൽ വയലിലേക്ക് കുതിച്ചുപാഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം അവൻ യജമാനന്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ മഴയത്ത് യജമാനൻ പൂർണ്ണമായും നനഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ടോമി ഒരു കുടയുമായി അവിടെ നിൽക്കുന്നത് കണ്ട് യജമാനൻ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം വേഗത്തിൽ കുട നിവർത്തി കുതിരയ്ക്കുള്ള പുല്ലും ശേഖരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. ടോമിയുടെ ഈ വിശ്വസ്തതയും ബുദ്ധിശക്തിയും കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. എന്നാൽ ടോമി അവിടെ കൊണ്ടും നിർത്തിയില്ല. വീട്ടിലെത്തിയ ഉടൻ അവൻ ആദ്യം ശ്രദ്ധിച്ചത് വിശന്നിരിക്കുന്ന ആ കുതിരയെയാണ്. കുതിരയ്ക്ക് കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അവൻ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുകയും സഹായിക്കുകയും ചെയ്തു. എത്രയോ ബുദ്ധിമാനും വിശ്വസ്തനുമായ നായ. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ടോമിക്ക് ഇതുവരെ ഒരു സബ്സ്ക്രൈബും ലൈക്കും ലഭിച്ചിട്ടില്ല.